ഹായ് ഓൾ വെൽക്കം ടു ട്രേഡിംഗ് ബെൽസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള സ്വിംഗ് ട്രേഡ്സിന്റെ വീഡിയോസ്, അതായത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് കുറച്ച് 1, 2, 3 സ്റ്റോക്കുകൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ പറയുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുന്നവർക്ക് അത് അറിയാൻ സാധിക്കും. നമുക്കപ്പോൾ ഇന്നത്തെ അനലൈസിങ് വീഡിയോയിലേക്ക്, അതായത് നാളത്തേക്ക് ഏതെങ്കിലും സ്വിംഗ് ട്രേഡ്സ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള അവസരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. സോ നാളെ മൊമെന്റം തരാനുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, നമുക്ക് സാധ്യതകൾ, അതായത് ട്രേഡിങ്ങിൽ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റീസ് ആണ്. നാളെ പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അനാലിസിസും കൂടി ചേർത്തിട്ട് അത് ഓക്കെ ആണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ്സ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു, ഇന്നലത്തെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് NLC ഇന്ത്യ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നു NLC ഇന്ത്യ ചിലപ്പോൾ ഇന്ന് ഞാൻ ട്രേഡ് എടുക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് NLC ഇന്ത്യയുടെ ചാർട്ട് ഞാനൊന്ന് കാണിക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഈ NLC ഇന്ത്യ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഞാൻ ഇന്ന് ട്രേഡ് ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ടായിരുന്നു അല്ലേ, ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത്. ആ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻട്രി എടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ ലിക്വിഡിറ്റി എടുത്തു, ഞാനപ്പോൾ അവിടെ എൻട്രി എടുത്തിരുന്നു. ആ ലിക്വിഡിറ്റി എടുത്ത് കുറച്ചും കൂടെ താഴോട്ട് വന്നു, കുറച്ചും കൂടി താഴോട്ട് വന്നിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് കയറിപ്പോയി. ഇന്നൊരു 6% 6 പോയിന്റ് സംതിങ്ങോളം നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു 606 രൂപ നമ്മൾ പ്രോഫിറ്റിലാണ് ഇപ്പോൾ. ഒരു 606 രൂപ ഇപ്പം നമുക്ക് NLC ഇന്ത്യയിൽ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ 5 സ്റ്റോക്കുകൾ ഇപ്പം കറക്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്ന് ഔട്ട് ആകുന്ന സമയത്ത്, ഏതെങ്കിലും ഒന്ന് എക്സിറ്റ് ആകുന്ന സമയത്ത് ഞാൻ പുതിയ ട്രേഡ്സ് ആഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ, നമുക്ക് നാളത്തേക്കുള്ള സ്റ്റോക്കിന്റെ അനാലിസിസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് NTPC ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യാൻഡിൽ, അതായത് നേരത്തെ എൻട്രി വന്നതാണ് കേട്ടോ. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നേരത്തെ എൻട്രി കിട്ടിയതാണ്. അതുകൊണ്ട് ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിലാണ്, അത്യാവശ്യം വോളിയം ഉണ്ട്, നല്ലൊരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു എൻട്രി നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. എടുത്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ പറയുന്നത്. ഓക്കെ, ഇവിടെ എൻട്രി എടുക്കുമായിരുന്നെങ്കിൽ നമ്മുടെ 5% SL അടിച്ചിട്ടില്ല കേട്ടോ. 5% SL ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ SL അടിക്കാത്ത പക്ഷം നമുക്ക് വീണ്ടും നമുക്ക് ഒന്നുകൂടെ അതിനകത്തിൽ എൻട്രി വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്ന് കളയുകയാണ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഹവറിൻ്റെ ഒരു ലിക്വിഡിറ്റി, അതായത് ഒരു IDX ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. ഈ ഒരു IDX ഇപ്പോൾ മാർക്കറ്റ് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഒരു IDX ഉണ്ടായിരുന്നു, ആ ഒരു IDX മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൻട്രി സോണിലേക്ക് വന്നിട്ടുണ്ട്. IDX എടുത്തത് കൊണ്ടിട്ട് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം. നമുക്ക് നാളത്തേക്കുള്ള ഒരു ട്രേഡ് ആയിട്ട് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5% SL നമുക്ക് കീപ്പ് ചെയ്യാം. നമുക്കൊരു 10% നമുക്ക് ടാർഗറ്റ് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ, ഇത് ഞാൻ ടാർഗറ്റ് ലൈനാണ് ഈ മാർക്ക് ചെയ്തിട്ടേക്കുന്നത്, ഞാൻ വെറുതെ വരച്ചതല്ല. R3യുടെ പിവറ്റിന്റെ തൊട്ടടുത്താണ് നമ്മൾ ടാർഗറ്റ്. ഇതൊരു 8.99% നമുക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ അനാലിസിസ് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ അനാലിസിസും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ നോക്കാനും കൊണ്ട്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്യാം. അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBA എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഇതിനകത്തിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തിലും എൻട്രി ആയതാണ് കേട്ടോ, കഴിഞ്ഞ ദിവസങ്ങളിൽ എൻട്രി ആയതാണ്. പിന്നെ എന്തുകൊണ്ടിട്ട് ഞാനിത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എൻട്രി ഇടാത്തവർക്ക് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇല്ലായിരുന്നു, നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആദ്യമായിട്ട് വരുന്ന സ്റ്റോക്കാണിത്. ഇവിടെ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്തു. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്മാൾ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് ഇംബാലൻസിൽ വന്നിട്ട് പ്രൈസ് വീണ്ടും മൂവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, പിന്നെ തൊട്ട് താഴെ ഇതിനകത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. തൊട്ട് താഴെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വന്നാലും ആ ഗ്യാപ്പിന്റെ തൊട്ട് താഴെ SL വരത്തക്ക രീതിയിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് എൻട്രി ഉള്ളത്. ഓക്കെ, ഇതും ലിക്വിഡിറ്റി എടുത്തതായതുകൊണ്ട് നല്ല ഫാസ്റ്റ് ആയിട്ടൊരു മൂവ്മെന്റ് തരാനെ കൊണ്ടുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ പ്രോബബിലിറ്റീസ് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായിട്ട് നാളെ ഈ ഒരു ലെവലിലേക്ക് തന്നെ മാർക്കറ്റ് പോകും എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ്, നമ്മുടെ കറക്റ്റായിട്ടുള്ള ടാർഗറ്റ് കാര്യങ്ങൾ കീപ്പ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ R2 ലെവലാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് MRPL ആണ്. MRPL എന്ന് പറയുന്ന സ്റ്റോക്കിൽ അത്യാവശ്യം ഈ MRPL എന്ന് പറയുന്ന സ്റ്റോക്കും ഞാൻ എടുക്കുന്ന എല്ലാ സ്റ്റോക്കുകളും ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ഉള്ള സ്റ്റോക്കുകളായിരിക്കും കേട്ടോ. മുകളിലേക്ക് പോകുന്ന, അതായത് ഒരു അപ് ട്രെൻഡ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന സ്റ്റോക്കുകളാവും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൽ നല്ല വോളിയത്തോടു കൂടി നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിലും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് നല്ല രീതിയിൽ നല്ലൊരു പെർസെൻറ്റേജ് പോയിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6% മുകളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തുകൊണ്ടിട്ട് ഈ ഒരു സ്റ്റോക്ക് എടുക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് അതൊന്ന് മായ്ച്ചു കളയാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ഫ്ലോ കിടപ്പുണ്ട്. അൺമിറ്റിഗേറ്റഡ് ആണ് ഇവിടുത്തെ ഓർഡർ ഫ്ലോ. ഇത് SMC കൺസെപ്റ്റ് ആണ്. അറിയുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ അതിന്റെ റീസൺ പറഞ്ഞു പോകാം. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കുകളൊക്കെ ഞാൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരു ഓർഡർ ഫ്ലോ ഇതിന്റെ മിറ്റിഗേറ്റഡ് അല്ലാതെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അല്ലേ. അതായത് ഈ ഒരു ഓർഡർ ഫ്ലോ അൺമിറ്റിഗേറ്റഡ് ആണ്. ഇവിടം വരെ വന്നിട്ട് സ്റ്റോക്ക് നേരെ താഴോട്ട് പോയി അല്ലേ. അപ്പൊ ഈ ഒരു ഇംബാലൻസ് ഫില്ല് ചെയ്ത് ഈ ഓർഡർ ബ്ലോക്കിലേക്ക് ക്യാൻഡിൽ വരും എന്നുള്ളൊരു വ്യൂ ആണ് എനിക്ക്. ഓക്കെ, അതുകൊണ്ടിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെയാണ് എൻട്രി വരുന്നത്. ഇപ്പൊ എൻട്രിയിലാണ് വന്ന് നിൽക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ആയിരിക്കുന്ന എൻട്രിയിലാണ്. പക്ഷേ നാളെ ഇതേപടി എൻട്രി ഇടരുത്. നാളെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു IDX ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, ഈ ഒരു IDX നാളെ മാർക്കറ്റ് വീണ്ടും വന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു IDXൽ നിന്ന് നിങ്ങൾക്ക് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ താഴെ നിന്ന് എൻട്രി കിട്ടുകയും ചെയ്യും. 5% നമ്മൾ SL വെക്കുന്ന സമയത്ത് നമുക്ക് സേഫ് ആയിട്ട് നമുക്കൊരു SL കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരുന്ന സമയത്ത് ഞാൻ പിന്നെയും പറയുന്നു, വീണ്ടും നാളെ ഈ ഒരു എൻട്രി സോണിൽ വരുന്ന സമയത്ത് എൻട്രി എടുക്കാൻ നിൽക്കരുത്. ഇപ്പൊ ആ ഒരു എൻട്രി സോണിലാണ് നിൽക്കുന്നത്. പ്രൈസ് മൂവ് ചെയ്ത് ഈ ഒരു IDX എടുക്കാനെ കൊണ്ട് നാളെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിനകത്തിൽ എൻട്രി ഇടുക. ഓക്കെ, ഈ ഒരു IDX എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് താഴെ നിന്ന് എൻട്രി കിട്ടും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഓർഡർ ഫ്ലോ വരെ, അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഓർഡർ ഫ്ലോ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറസ് ലാബ് ആണ്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട്. പിവട്ട് ഒന്ന് ഓഫ് ചെയ്ത് മാറ്റിയിടാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിന് നമുക്ക് എൻട്രി ഇടാവുന്നതായിരുന്നു. പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്തു, കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5% നമ്മുടെ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു IDX തന്നെയാണ്, സ്മോൾ ടൈം ഫ്രെയിമിലെ ഒരു IDX തന്നെയാണ്. പക്ഷെ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ഡബിൾ ലോ, ഒരു ഈക്വൽ ലോ ആയിട്ടാണ് IDX ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു IDX മാർക്കറ്റ് എടുക്കാൻ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എൻട്രി നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു IDX എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഈ ഒരു IDX ലെവലിലുള്ള എൻട്രീസ് ഞാൻ പറയുന്ന സമയത്ത് IDX എടുക്കാത്ത പക്ഷം നിങ്ങൾ എൻട്രീസ് ഇടരുത്. കാരണം ഈ സ്റ്റോക്കൊക്കെ അത്യാവശ്യം 5% മൂവ് ചെയ്തതാണ്. ഓക്കെ, ആ ഒരു IDX എടുക്കുന്ന സമയത്ത് എൻട്രി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5% നമുക്ക് സേഫ് ആയിട്ട് നമുക്കൊരു SL കിട്ടും. ഓക്കെ, ഒരു 10% നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എല്ലാ സ്റ്റോക്കിലും ഞാൻ പിവട്ട് ഇട്ട് കാണിക്കേണ്ടല്ലോ. പിവട്ട് ഞാൻ ട്രഡീഷണലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്ത് മാറാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നമ്മുടെ ITC ആണ്. ITCയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം കൺസെപ്റ്റ് തന്നെയാണ്.
ഇവിടെ നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട്. അതും ഒരു 3 ടച്ച്, അതായത് 3 വട്ടം വന്ന് നിന്ന റെസിസ്റ്റൻസ് ആണ് ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. 1 2 3 ഈ ഒരു 3 വട്ടത്തെ ടച്ച് കൊണ്ടിട്ട് വന്നിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ഒരു ക്യാൻഡിലാണ് ബ്രേക്ക്ഔട്ട് കിട്ടിയിരിക്കുന്നത്. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഈ ഒരു ക്യാൻഡിലാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ വോളിയം ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡില് നമുക്ക് വേണ്ടുന്ന വോളിയം നമുക്ക് അവിടെ കയറി വന്നിട്ടില്ല. 20 EMAക്ക് മുകളിലോട്ട് ഒരു ബ്രേക്ക്ഔട്ട് വോളിയത്തിൽ കിട്ടിയിട്ടില്ല. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിലേക്ക് മൂവ് ചെയ്യാം. ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതായിരുന്നു. അവിടെ നിന്ന് ഒരു ഇത്തിരി സ്റ്റോക്ക് മൂവ് ചെയ്തു. ഇതിലാണെന്നുണ്ടെങ്കിലും ഇവിടെയെങ്കിലും കയറി എൻട്രി ഇടരുത്. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു IDX സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേരം ആ ഒരു IDX എപ്പോൾ എടുക്കുന്നു, ആ ഒരു IDX എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എൻട്രി സോണിൽ നിന്നോ, അതായത് പഴയ നമ്മുടെ എൻട്രി സോണിൽ നിന്നോ, അല്ലെങ്കിൽ ഈ ഒരു IDX എടുക്കുന്ന സമയത്ത് നമുക്ക് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, 5% SL വയ്ക്കാം. SL വെച്ചുകൊണ്ടിട്ട് നമുക്കിത് ടാർഗറ്റ് വരെ നമുക്ക് റൺ ചെയ്യിക്കാനെ കൊണ്ട് സാധിക്കും. ഓക്കെ, ഇത്രയും സ്റ്റോക്കുകളാണ് നാളത്തേക്കുള്ളത്. ഈ NTPCയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യങ്ങളുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈവനിങ് സ്റ്റാർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് റീറ്റെയിലേഴ്സിന്റെ അതിന്റെ ലോയും, ആ ഈവനിങ് സ്റ്റാറിന്റെ ലോയും ബ്രേക്ക് ചെയ്ത് റീറ്റെയിലേഴ്സിന്റെ ഇവിടെ കയറ്റിയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ആ ഒരു SL എന്നൊക്കെ പറയുന്നത് റീറ്റെയിലേഴ്സിന്റെ ഒന്നുകിൽ ഇവിടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലോ ഒക്കെ ആയിരിക്കും SL. അപ്പൊ മാർക്കറ്റ് നാളെ ആ SL എടുക്കാനും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റഡീസും കൂടി വെച്ചിട്ട് അനലൈസ് ചെയ്യുക. പിന്നെ കൃത്യമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇതിനെ അനലൈസ് ചെയ്തിട്ട് മാത്രം ട്രേഡ്സ് എടുക്കുക. ഇനിയിപ്പോൾ ഞാനെന്നല്ല, വേറെ ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും സ്വന്തം സ്റ്റഡിയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം ട്രേഡ്സ് എടുക്കുക. ഇതിനെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് വീണ്ടും ഞാൻ പറയുന്നു, കാണരുത്. പ്യുവർലി ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് വേണ്ടി മാത്രം കാണുക. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഞാൻ ഒരു മാസം കണ്ടിന്യൂസ് വീഡിയോ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് കണ്ടിന്യൂസ് ഞാൻ വീഡിയോ ചെയ്യും. ഇതിപ്പോൾ ഇത്രയും സ്റ്റോക്കുകൾ പറഞ്ഞിരിക്കുന്നതിൽ തന്നെ നാളെ ഏതെങ്കിലും എനിക്ക് SL ടാർഗറ്റോ ഏതെങ്കിലും അടിക്കുകയാണ്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ട്രേഡ്സിൽ ഏതെങ്കിലും അങ്ങനെ SL ടാർഗറ്റോ അടിച്ച് ഞാൻ എക്സിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്റ്റോക്കിൽ നിന്നായിരിക്കും കേട്ടോ ഞാനും ട്രേഡ്സ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ ഇന്നലെ എടുത്ത ആ ഒരു ട്രേഡ് ആണ് ഈ NLPC എന്ന് പറയുന്നത്, അല്ല NLC എന്ന് പറയുന്നത്, സോറി NLC ഇന്ത്യയിലാണ് ഞാൻ ഇന്ന് ട്രേഡ് എടുത്തത്. ഒരു 6% അപ്പ് മൂവ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. 10%-നോളം അടുത്ത് എത്തുന്ന സമയത്ത് ഞാനത് ബുക്ക് ചെയ്ത് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്നുകൂടെ നിങ്ങളൊന്ന് പരിഗണിക്കുക. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.